അഭിപ്രായങ്ങളാണ് പിന്നീട് വ്യാപകമായ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും കാരണമായത്. ഇതിനിടെയാണ് രഞ്ജിനി ഹരിദാസ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. എന്നാൽ ഈ പ്രതികരണം യുക്തിസഹമായ വിമർശനത്തിന്റെ പരിധി വിട്ടുപോയോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം പറയുന്നത് അഭിപ്രായത്തോട് വിയോജിക്കാം, എന്നാൽ വ്യക്തിപരമായ അധിക്ഷേപം ജനാധിപത്യ സംവാദത്തിന് ഗുണകരമല്ല എന്നതാണ്. മറുവശത്ത് സ്ത്രീകളെ കുറിച്ചുള്ള ഇത്തരം പൊതുവായ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം സ്വാഭാവികമാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ഇതിനൊപ്പം അഭിപ്രായ സ്വാതന്ത്ര്യവും സാമൂഹിക ഉത്തരവാദിത്വവും തമ്മിലുള്ള അതിരുകൾ എവിടെയാണെന്ന ചർച്ചയും വീണ്ടും സജീവമായിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ നടത്തുന്ന പരാമർശങ്ങൾ എത്രത്തോളം വിമർശിക്കപ്പെടാം? വിമർശനം വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് മാറുമ്പോൾ അതിന്റെ പരിധി എന്താണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുപക്ഷത്തു നിന്നും കൂടുതൽ വിശദീകരണങ്ങളോ പ്രതികരണങ്ങളോ വരുമോ എന്ന് കാത്തിരിക്കുകയാണ്.